ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്താണ് വിഷുവൊക്കെ ആയിട്ട് എല്ലാവരും എന്തിരിക്കുകയാണ്? സുഖമായിട്ടും ഹാപ്പി ആയിട്ട് ഇരിക്കാമെന്ന് വിശ്വസിക്കുകയാണ്. വിഷു ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് ഞാനൊരു മേക്കപ്പിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ അപ്പോൾ വീഡിയോ എടുത്തിട്ടില്ല. ഞാൻ സമാധാനമായിട്ട് അതെന്നെ റീക്രിയേറ്റ് ചെയ്തിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വിഷു സ്പെഷ്യൽ മേക്കപ്പ് ലുക്കാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ കൂടെ ഇതേ ഈ ഒരാളും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കൊടുന്ന് വെച്ചതാണ് മൂപ്പരനെ. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ മേക്കപ്പ് ലുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളുടെ മേക്കപ്പ് ലുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് മുന്നേ ആയിട്ട് എന്നെയും ഈ ഒരു ചാനലും നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ പേര് അഖില എന്നാണ്. നമ്മളെ ചാനലിൻ്റെ പേര് അഗി സിംപ്ലി വേൾഡ് എന്നാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചാനൽ കയറി കണ്ട് നോക്കാൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ടാവും. സ്കിൻ കെയറിൻ്റെ ഉണ്ടാവും, ഹെയർ കെയറിൻ്റെ ഉണ്ടാവും, മേക്കപ്പ് റിലേറ്റഡ് ഉണ്ടാവും, ലൈഫ് റിലേറ്റഡ്, അങ്ങനെ ഒരുപാട് വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ കൂടിക്കോളാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ. അപ്പോൾ നമ്മുടെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് മുന്നേറ്റ് നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ടാവണം. ഓൾറെഡി ഞാൻ എൻ്റെ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ഞാനിവിടെ ടോണർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് ജസ്റ്റ് അബ്സോർബ് ആവുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഏത് ടോണറാണ് ഞാൻ ഉപയോഗിക്കണമൊക്കെ ഏതാണ് എന്നൊക്കെ ഉള്ളത് ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കാൻ ചാൻസ് ഉണ്ട്. എന്നാലും നമ്മളുടെ മുന്നത്തെ വീഡിയോ ഒക്കെ കാണാത്ത ആൾക്കാരുണ്ടെങ്കിലോ അല്ലേ. അപ്പോൾ ഞാനിവിടെ നമ്മുടെ പ്ലമ്മിൻ്റെ NASMA ടോണറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ടോണർ വന്നിട്ട്. അപ്പോൾ ഇതൊന്നിനി അബ്സോർബ് ആവട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ ടോണർ നല്ല രീതിക്ക് അബ്സോർബ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് ഞാനിവിടെ നമ്മുടെ ഫോക്സ് സ്റ്റൈലിൻ്റെ ഈ ഒരു മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ടോണർ അപ്ലൈ ചെയ്തു. നെക്സ്റ്റ് ഇതേ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു മോയ്സ്ചറൈസറിൻ്റെ റിവ്യൂ ഒക്കെ നമ്മൾ മുന്നേ ഓരോ വീഡിയോസൊക്കെ ഇടുന്ന സമയത്ത് ചോദിക്കാറുണ്ട്. ഇത് ഓയിലി സ്കിന്നിനൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള മോയ്സ്ചറൈസറാണ് കേട്ടോ. ഓയിലി സ്കിന്നിന് മാത്രമല്ല എല്ലാ സ്കിന്നിനും ചേരുന്ന മോയ്സ്ചറൈസറാണ് നമ്മുടെ ഈ ഒരു ഫോക്സ് സ്റ്റൈലിൻ്റെ മോയ്സ്ചറൈസർ കേട്ടോ. അപ്പോൾ ഓയിലി സ്കിന്നുള്ള ആൾക്കാർക്കും സ്യൂട്ടബിൾ ആവും. ട്രൈ ചെയ്ത് നോക്കാം. എൻ്റെ നല്ല ഓയിലി സ്കിന്നാണ്. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുള്ളൊരു എങ്ങനെയോ ഇപ്പോൾ ഇല്ലേ, അവ എനിക്ക് പോലെ തോന്നിയില്ലേ. ഓക്കെ, നല്ല രീതിക്ക് മസാജ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതങ്ങനെ മേക്കപ്പ് ചെയ്ത് പോയ സമയത്ത് ഭയങ്കരമായിട്ട് ഓയിലി ആക്കുന്ന ഫീലൊന്നും തോന്നിയില്ല കേട്ടോ. ചില മോയ്സ്ചറൈസർ നമ്മൾ മേക്കപ്പ് ചെയ്യാനായിട്ട് മുന്നേ യൂസ് ചെയ്തിട്ട് പിന്നെ പുറത്തേക്ക് പോയിട്ട് ഒന്ന് വെയിൽ കൊണ്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഒട്ടണ ഫീലൊക്കെ ഉണ്ടാവില്ലേ. പക്ഷേ ഇതങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഓക്കെ, അപ്പം ഇന്നലെ ആയിരുന്നു ഷൂട്ട് ഉണ്ടായിരുന്നേ. നല്ല വെയിലായിരുന്നു. കുറച്ച് അത്യാവശ്യത്തിന് നല്ല നമ്മളുടെ ക്യാമറാമാൻ സുജിതേട്ടൻ്റെ ഒരു വർക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് രാവിലത്തെ വർക്ക് കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ ഒരു 9 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല വെയിൽ വരുന്ന ടൈമാണ്. അത്യാവശ്യത്തിന് വെയിൽ കൊണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കങ്ങനെ ഭയങ്കരമായിട്ട് ഒലിച്ചിറങ്ങണ ഫീൽ അങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ. ഓക്കെ, ഓക്കെ, അപ്പോൾ നമ്മുടെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ഞാനിവിടെ സൺസ്ക്രീൻ ആണ് അപ്ലൈ ചെയ്തിട്ടുള്ളത് കേട്ടോ. സൺസ്ക്രീൻ എന്താ പറയുക, ഞാൻ ആ ടൈം ആവും നല്ല വെയിലാവും എന്ന് അറിഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ നോർമലി രാവിലത്തെ ഷൂട്ടിനൊന്നും രാവിലെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യില്ല. കാരണം നമ്മുടെ മേക്കപ്പ് ഇന്നും കൂടി എനിക്കിങ്ങനെ ഒലിക്കണം ഫീൽ തോന്നാറുണ്ട്. പക്ഷേ ഇന്നലെ ഞാൻ നല്ല സൺസ്ക്രീൻ ഇട്ടിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഭയങ്കരമായിട്ട് ഒലിച്ച ഫീലൊന്നും ഉണ്ടായിരുന്നില്ല. എന്താണോ എന്നല്ലേ പറ്റിയേ. അപ്പോൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ സൺസ്ക്രീനാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ പുറത്തേക്കൊക്കെ പോവുകയാണ്, മേക്കപ്പൊക്കെ ചെയ്തിട്ട് ഇന്നത്തെ ക്ലൈമറ്റിൽ പുറത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ സൺസ്ക്രീനും കൂടി അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടുപോയിരുന്നു കേട്ടോ. നമ്മളെ സ്കിൻ കെയറും കാര്യങ്ങളൊന്നും ചെയ്യാതെ ഡയറക്റ്റായിട്ട് നമ്മളുടെ ഈ ഒരു മേക്കപ്പും കാര്യങ്ങളൊക്കെ നമ്മളെ സ്കിന്നിലേക്ക് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മളെ സ്കിന്ന് അപ്പോൾ അതിൻ്റെ റിസൾട്ട് കാണില്ല. പക്ഷേ പോകെ അതിന് ഭയങ്കരമായിട്ട് ഓപ്പോസിറ്റ് റിയാക്ഷൻ വരാൻ വേണ്ടിയിട്ട് വളരെയധികം ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സ്കിൻ കെയർ കഴിഞ്ഞിട്ട് മാത്രമേ നമ്മുടെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. അപ്പോൾ ഞാനിവിടെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. സൺസ്ക്രീൻ നമ്മുടെ ഡോട്ട് & കീയുടെ വാട്ടർമെലൺ കൂളിംഗ് സൺസ്ക്രീൻ ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതോ
അപ്പോൾ ദേ ഓക്കെ സൺസ്ക്രീൻ ദേ ഓക്കെ. അപ്പോൾ നമ്മളുടെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇന്നത്തെ ക്ലൈമറ്റിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാതെ പോകരുത് കേട്ടോ. ഓക്കെ. അപ്പോൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ഞാനിവിടെ അപ്ലൈ ചെയ്യുന്നത് നമ്മളുടെ കൺസീലറാണ് കേട്ടോ. ഓൾറെഡി ഈ ഒരു കൺസീലറിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ നമ്മളെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഓരോ മേക്കപ്പ് റിലേറ്റഡ് വീഡിയോസ് ചെയ്യുന്ന സമയത്തും വീണ്ടും ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഏതാ കൺസീലർ എന്നുള്ളത്. അപ്പോൾ അത് മുന്നത്തെ വീഡിയോ കാണാത്ത ആൾക്കാരാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പേരൊക്കെ മാഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. സംഭവം നമ്മളുടെ ഹോട്ട് കൊക്കോ എന്നുള്ള ഷെയ്ഡാണ്. PSCയുടെ ആണ് കേട്ടോ. PSCയുടെ ഹോട്ട് കൊക്കോ എന്നുള്ള ഷെയ്ഡാണ്. നമ്മളുടെ ചിടയിലും നൈക്കയിലൊക്കെ ഉണ്ടാവും തോന്നുന്നു. ഇത് എൻ്റെ ഒരു ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ ഇതെനിക്ക് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കൺസീലറാണ്. നമ്മളുടെ വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് നല്ല ഡിസ്കളറേഷനൊക്കെ ഉള്ള ഏരിയയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഇത് എൻ്റെ സ്കിന്നിലേക്ക് അങ്ങനെ ഇട്ടെന്നും കൂടി അറിയണില്ല. ഓക്കെ. അതിൻ്റെ റീസൺ വേറെ ഉണ്ട്, അത് ഞാൻ പറയാം കേട്ടോ. അപ്പം നമ്മളുടെ ഈ ഒരു നല്ല ഡിസ്കളറേഷനുള്ള ഏരിയയിൽ ഞാൻ നമ്മൾ കൺസീലർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ പിറകിലായിട്ട് തൊട്ട് പിന്നിലായിട്ട് മോള് കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൾ ഉറക്കത്തിൽ അങ്ങോട്ട് കിടും കൈ കാലിടുന്ന സമയത്താണ് മൂപ്പരിരുന്ന് ഇണങ്ങുന്നത്. അല്ലാതെ ബാധ കയറിയതൊന്നല്ല. ഓക്കെ സെറ്റ്. അപ്പോൾ കൺസീലർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചിലർ ഫൗണ്ടേഷൻ ഇട്ടിട്ട് കൺസീലർ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട്. ഞാനും ഇടയ്ക്ക് അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. പക്ഷേ ഇന്നലെ ഞാൻ ചെയ്തൊരു മേക്കപ്പ് ലുക്കാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത്. ഇന്നലെ ഞാൻ ചെയ്ത അതേപോലെ തന്നെയാണ് ഞാൻ കാണിക്കുന്നത്. കാരണം ഇന്നലത്തെ മേക്കപ്പ് ലുക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. അപ്പോൾ ഞാൻ സെയിം അതേപോലെ തന്നെ കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഓക്കെ. അപ്പം ഞാൻ കൺസീലർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ ആ ഒരു നമ്മളുടെ മേക്കപ്പ് സ്പഞ്ചില്ലേ, അത് കാണാനില്ല. അത് ഓൾറെഡി ഉപേക്ഷിക്കാറായിട്ടുണ്ട്. കൈ വെച്ചിട്ട് തന്നെ ആക്കിയാലും മതി കേട്ടോ. സ്പഞ്ചും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും കൈ വെച്ചാക്കിയാലും നല്ല രീതിക്ക് തന്നെ ബ്ലെൻഡ് ആവും കേട്ടോ. അപ്പോൾ ഇതേ കൺസീലർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ ഫൗണ്ടേഷനാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഞാൻ ഫൗണ്ടേഷൻ നമ്മുടെ ഈ ഒരു ഫൗണ്ടേഷൻ വന്നിട്ട് ഇതെൻ്റെ ഷെയ്ഡല്ല കേട്ടോ. ഇത് നമ്മുടെ കളർ എസൻസിൻ്റെ നമ്മുടെ ഫൗണ്ടേഷനാണ്. ഇതിൻ്റെ ഷെയ്ഡൊക്കെ LFB2 മീഡിയം കവറേജ്, മീഡിയം ആണ് സംഭവം. പക്ഷേ എൻ്റെ സ്കിന്നിന് ഇതൊന്നുകൂടി ബ്രൈറ്റാണ്. അത് കാരണം ഞാൻ നമ്മളുടെ ഈ ഒരു കൺസീലർ ഉണ്ടല്ലോ അതും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കാറുള്ളത്. കാണിച്ചു തരാവേ. അത് നമ്മളുടെ ഈ ഒരു കൺസീലർ വെച്ചിട്ട് ഞാൻ മിക്സ് ചെയ്യും. ഇങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് എനിക്ക് സ്യൂട്ടായിട്ടുള്ള ഒരു എന്താ പറയുക കളർ കിട്ടാറുണ്ട് കേട്ടോ. ഓക്കെ. അപ്പോൾ ഇത് നമ്മൾ ഫൗണ്ടേഷനൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എനിക്കിങ്ങനെ മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ സ്കിൻ ടോൺ നല്ല ലൈറ്റായിട്ട് തോന്നുക അങ്ങനത്തെ ഒരു ഫീൽ എനിക്ക് ഇഷ്ടമില്ല കേട്ടോ. നമ്മൾ നേരിട്ട് കാണുന്ന സമയത്ത് നമ്മുടെ സ്കിൻ ടോൺ എന്താണോ അതെന്നെ എടുത്ത് കാണിക്കുന്ന ഒരു മേക്കപ്പ് ഉണ്ടല്ലോ, അതാണ് എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടം കേട്ടോ. അപ്പോൾ ഞാൻ മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് ഏകദേശം എൻ്റെ ഒരു സ്കിൻ ടോൺ ഉള്ള ഫൗണ്ടേഷൻ അല്ലെങ്കിൽ കൺസീലർ യൂസ് ചെയ്തിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കാറ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത് നമുക്കിനി ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ അവിടെ ഐ ഷാഡോ പാലറ്റ് എടുത്തിട്ടുണ്ട്. അതിലൊരു ഷെയ്ഡ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ബ്രൗണിഷ് ഷെയ്ഡാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഞാൻ പറഞ്ഞില്ലേ ഒരു സ്കിൻ ടോണിന് അനുസരിച്ചിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്.
അപ്പോൾ ഇതേ നല്ല രീതിക്ക് തന്നെ ഞാൻ നമ്മുടെ ഐ ഷാഡോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഐ ഷാഡോ പാലറ്റ് നമ്മളുടെ മാഴ്സിൻ്റെ ആണ് കേട്ടോ. അധികം റേറ്റും കാര്യങ്ങളൊന്നുമില്ല. ഒരു 200-ൻ്റെ ഉള്ളിൽ 100 സംതിങ് 200 സംതിങ് ആ ഒരു റേഞ്ചിലാണ് കേട്ടോ ഈ ഒരു ഐ ഷാഡോ പാലറ്റ് കിട്ടുക. നല്ലൊരു ഐ ഷാഡോ പാലറ്റാണ് കേട്ടോ. അതിൽ ആ ഒരു നമ്മുടെ ഹൈലൈറ്റർ പോലത്തെ ഒരു ഷെയ്ഡ് ഉണ്ടല്ലോ, അത് നല്ല രസമായിട്ട് നമുക്ക് ഐ ഷാഡോ ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല എന്താ നമ്മൾ കണ്ണൊക്കെ എഴുതി കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് കിടക്കട്ടെ. അപ്പോൾ ആ ഒരു ഷെയ്ഡാണ് ഞാനിപ്പോൾ ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഒരു ഗോൾഡൻ, എൻ്റെ ഒരു കോസ്റ്റ്യൂം വരുന്നത് ഒരു ഗോൾഡൻ ഷെയ്ഡും ഒരു ഗ്രീൻ ഷെയ്ഡൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഒരു ഗോൾഡൻ ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഐ ഷാഡോ ഒരു ഗോൾഡൻ ഐ ഷാഡോ ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് കണ്ണെഴുതലാണ് കേട്ടോ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കണ്ട ആ ഒരു ഹൈലൈറ്റർ പോലത്തെ ഒരു സംഭവമല്ലേ, അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഐ ഒരു പ്രത്യേക ഭംഗി കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത് യൂസ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഐ ലൈനർ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി നല്ല ഭംഗിയായിട്ടുണ്ടാവും കേട്ടോ. നമ്മളുടെ ഐ ഒന്നും കൂടിയും എടുത്ത് നിൽക്കുന്ന ഒരു ഫീൽ ഉണ്ടായിരിക്കും. അങ്ങനെ അത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിവിടെ കണ്ണ് എഴുതുകയാണ് കേട്ടോ. കണ്ണ് ഞാൻ മുകളിൽ മാത്രം മിക്കതും എഴുതാറുള്ളൂ, പക്ഷേ ഇന്ന് ഞാൻ രണ്ടും എഴുതുന്നുണ്ട്, താഴത്തും മുകളിൽ എഴുതുന്നുണ്ട് കേട്ടോ. ബിക്കോസ് ഇന്ന് നമ്മളൊരു ട്രഡീഷണൽ ലുക്കല്ലേ ചെയ്യുന്നത്, അപ്പോൾ അത് കാരണം തന്നെ താഴത്തും മുകളിലും എഴുതുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ മിററിൽ നോക്കിയിട്ടാണ് കേട്ടോ ഇടുന്നത്. എനിക്ക് ക്യാമറ നോക്കിയിടാൻ ഒട്ടും പറ്റില്ല കേട്ടോ, കണ്ണെഴുതാൻ ഒട്ടും പറ്റില്ല കേട്ടോ. അപ്പോൾ ഞാൻ മിററിൽ നോക്കിയിട്ട് എഴുതുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കണ്ണെഴുതി കഴിഞ്ഞിട്ടുണ്ട്, താഴത്തും മുകളിലും എഴുതി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മസ്കാര അപ്ലൈ ചെയ്യലാണ് കേട്ടോ. എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് കേട്ടോ. ഞാൻ കണ്ണെഴുതിയില്ലെങ്കിൽ കൂടിയും മസ്കാര അപ്ലൈ ചെയ്യാറുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു സ്റ്റെപ്പാണ് ഇത്. നല്ല രസം ഉണ്ടാവില്ലേ നമ്മൾ മസ്കാര അപ്ലൈ ചെയ്തിട്ട് എവിടേക്കെങ്കിലും എന്നല്ല, നമ്മൾ കണ്ണൊക്കെ കാണാൻ വേണ്ടിയിട്ട് തന്നെ ഒരു ഉണർവായിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പോൾ ഞാൻ മസ്കാര അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. മസ്കാര അപ്ലൈ ചെയ്തപ്പോൾ തന്നെ കണ്ണിനൊരു പ്രത്യേക ഭംഗിയുണ്ടോ. അപ്പോൾ മസ്കാര അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ലിപ്സ്റ്റിക് ആണ്. ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യാനായിട്ട് മുന്നേ ആയിട്ട് ഞാൻ ലിപ് ബാം അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണിക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ ലിപ് ബാം ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ച് കളയുക. എന്നാലും നമ്മൾ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുമ്പോൾ ഒന്നുകൂടി ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കുകയുള്ളൂ കേട്ടോ. നല്ല ലിപ് ബാം ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ തന്നെ ലിപ്സ്റ്റിക് ഇടുകയാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് അങ്ങോട്ട് റിമൂവ് ആയി പോകാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് എന്നല്ല, എന്തായാലും റിമൂവ് ആയിട്ട് പോകും. അപ്പോൾ നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ലിപ് ബാം കുറച്ചൊന്ന് മായ്ച്ച് കളയണം. എന്നിട്ട് വേണം നമ്മൾ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മളുടെ ഡാസ്ലറിൻ്റെ 027 എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ. അത് അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഞാൻ നമ്മളുടെ മേബ്ലൈൻ്റെ സെൻസേഷണൽ ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ രണ്ടും കൂടി വന്നിട്ടുള്ള ഷെയ്ഡ് നല്ല രസമുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഷെയ്ഡാണ്. നമ്മൾ ഡാർക്ക് ഡസ്കി സ്കിൻ ടോണൊക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ നന്നായിട്ട് ചേരുന്ന ഒരു ഷെയ്ഡാണ്. അവർക്ക് മാത്രമല്ല, നമ്മളെ മീഡിയം സ്കിൻ ടോണ്, ഫെയർ സ്കിൻ ടോൺ, എല്ലാ സ്കിൻ ടൈപ്പിലും ചേരുന്ന ഒരു ഷെയ്ഡ് തന്നെയാണ് കേട്ടോ നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ഹൈലൈറ്റർ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കുന്ന സമയത്ത് ഒന്നും കൂടി ഒന്ന് തിളങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കവളിൻ്റെ അവിടെയും ആ ഒരു നമ്മളുടെ താടിയുടെ ഭാഗമല്ലേ അവിടെയും നമ്മളുടെ മൂക്കിൻ്റെ ഭാഗത്തൊക്കെ ഇട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഹൈലൈറ്റർ അപ്ലൈ ചെയ്യണത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഗ്ലോ ആയിട്ടുണ്ടാവും. നമ്മുടെ സ്കിന്നെ എന്താ പറയുക, ഒരു നാച്ചുറൽ ഗ്ലോ വന്നിട്ടുള്ള പോലെ ഉണ്ടാവും. നമ്മൾ ആ ലൈറ്റ് ഒരു വെയിലൊക്കെ അടിക്കുന്ന സമയത്തൊക്കെ ആയിട്ട് നല്ലൊരു തിളങ്ങി നിൽക്കും, നല്ല ഭംഗിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു നമ്മളുടെ ആ ലിപ്പിൻ്റെ ആ ഒരു ഏരിയയിലായിട്ടും ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ആ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്തത് ഒന്നും കൂടി എടുത്ത് നിൽക്കും കാണാൻ വേണ്ടിയിട്ട്. നല്ല ഭംഗിയായിട്ടുണ്ടാവും നമ്മൾ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് ഞാൻ നമ്മുടെ ഐ ഷാഡോ ഒന്ന് ജസ്റ്റ് കോംബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഫില്ല് ചെയ്ത് കൊടുക്കുന്നില്ല കേട്ടോ. എൻ്റെ ഓൾറെഡി ഒരു തിക്ക് ഹെയർ ആണ്. അപ്പോൾ ഞാൻ ഫില്ല് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് എനിക്ക് നമ്മളെ മീശ മദനിലെ ജഗതില്ലേ അതിൻ്റെ ഒരു പിരികൊക്കെ ആയിട്ട് തോന്നാറുണ്ട് കേട്ടോ. അത് കാരണം ഞാൻ ഓവറായിട്ട് ഫില്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാമെന്നുള്ളൂ. പക്ഷെ ഞാൻ ഇപ്പോൾ ഫില്ല് ചെയ്യണമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കോംബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ബ്ലാക്ക് പൊട്ടും കൂടി അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനത്തെ ഈ പൊട്ടൊക്കെ ഇട്ട് കൊടുത്ത് നമ്മുടെ മേക്കപ്പ് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ ഹൈലൈറ്റർ തന്നെ ഞാൻ ജസ്റ്റ് ലാസ്റ്റും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ നമ്മളുടെ മേക്കപ്പ് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഡ്രസ്സ് ചേഞ്ച് ചെയ്യുക, മാലയിടുക, കമ്മലിടുക, ഹെയർ വെൻ ചെയ്യുക, ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. ഇത് നമ്മൾ ലാസ്റ്റിലേക്ക് വെക്കേണ്ട കാര്യമാണ്. എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റിലേക്ക് വെക്കേണ്ട കാര്യമാണ്. അല്ലെങ്കിൽ നമ്മൾ മേക്കപ്പ് ചെയ്യണ സമയത്ത് നമ്മുടെ സാരി അതേപോലെ തന്നെ ധാവണി അങ്ങനത്തെ ഒക്കെ ഐറ്റംസ് ആണെന്നുണ്ടെങ്കിൽ ബ്ലൗസൊക്കെ ആദ്യം ഇട്ട് വെക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ഞാൻ മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് അങ്ങോട്ട് വേർക്കും. അത് കാരണം ഞാൻ മേക്കപ്പ് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് നമ്മളെ ഡ്രസ്സ് ഇടുക കേട്ടോ. നമ്മളെ ധാവണി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ഡ്രസ്സ് ഇടാൻ പോകുന്നത് അതിടുക. അപ്പോൾ ഓക്കെ, നമ്മളുടെ മേക്കപ്പ് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ പോയിട്ട് നമ്മളുടെ ഡ്രസ്സ് ഇട്ടിട്ട് വരാം കേട്ടോ. നമ്മളുടെ ധാവണി ഇട്ടിട്ട് വരാവേ. ധാവണിയാണ് ഞാൻ നമ്മളുടെ ഈ ഒരു വിഷു ഷൂട്ടിന് വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാനത് എന്തായാലും ഇട്ടിട്ട് വരാം കേട്ടോ.
അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ധാവണി വന്നിട്ട്. ഇത് സെറ്റായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ. പിന്നെ നമ്മുടെ ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഫുൾ ലുക്ക് ഞാൻ കാണിച്ചു തരാവേ. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ കുഞ്ഞൊരു പഫ് വെച്ചിട്ട് കൈ ഇതേപോലെ ഒന്നാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ ഈ ഒരു കളർ കോംബോ. ഈ ഒരു യെല്ലോ എന്നല്ലേ, ഒരു ഗോൾഡൻ യെല്ലോ ആ ഒരു കളറും പിന്നെ ഗ്രീൻ കളറും വരുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഹെയർ കെട്ടി വയ്ക്കാവേ. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ നമ്മളുടെ ഫേസിലേക്ക് ഭംഗി ഉണ്ടാവുക അങ്ങനെ തന്നെ കെട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ പുതിയ സ്റ്റൈൽ ചിലപ്പോൾ കെട്ടിക്കഴിഞ്ഞാലൊന്നും ചിലപ്പോൾ വർക്ക് ആവണമെന്നില്ല. അപ്പോൾ നിങ്ങളെങ്ങനെയാണോ കെട്ടിയിട്ട് നിങ്ങളുടെ ഹെയറിന് ഭംഗി തോന്നിയിട്ടുള്ളത് അങ്ങനത്തെ രീതിയിൽ തന്നെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കെട്ടണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. കാരണം എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം. എനിക്ക് ചിലപ്പോൾ അന്നത്തെ ദിവസം ഞാൻ വേറെ സ്റ്റൈലൊക്കെ കെട്ടിപ്പോയി കഴിഞ്ഞാൽ എനിക്ക് എന്നത്തെയും ആ ഒരു ഭംഗി കിട്ടാറില്ല. ഓക്കെ, അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടിട്ടുള്ള എനിക്കൊന്നും കൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈൽ എടുക്കുന്നുണ്ട് കേട്ടോ. ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഹെയർ ലൂസാക്കിയിട്ടൊന്ന് ക്രാബ് ചെയ്ത് വയ്ക്കുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ എടുത്തിട്ട് നല്ല ലൂസാക്കിയിട്ട് തന്നെ ക്രാബ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ക്രാബ് ചെയ്ത് വയ്ക്കുന്നുണ്ട്. കഴിഞ്ഞു, നമ്മുടെ ഹെയർ സ്റ്റൈൽ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, ഇനി ഹെയറൊക്കെ ഒന്ന് കോംബ് ചെയ്ത് സെറ്റാക്കി വയ്ക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈൽ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ കമ്മലിടുന്നുണ്ടേ. അപ്പോൾ ഓക്കെ, അപ്പോൾ ഈ ഒരു മാല ഞാൻ ഒരാളുടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ, ഇടാൻ വേണ്ടിയിട്ട്. നമ്മളുടെ ഈ ഒരു ഷൂട്ടിന് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ്. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് എനിക്കും നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നേ. അതെ, ഈ ഒരു മോഡല് കണ്ടോ, നല്ല നല്ല ഭംഗിയായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ വേറെ ചെയ്യുന്നത്. മാല എവിടുന്നാണ് വാങ്ങിച്ചതെന്നുള്ള കമൻറ്റ് ചോദിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതെൻ്റെ അല്ല. ഓക്കെ, അപ്പം ഞാനിങ്ങനെ ലൂസിൽ തന്നെ ഇടുന്നുണ്ടേ. ഓക്കെ, മാല ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തന്നെ കമ്മലാണ് കേട്ടോ. അതേ ഈ ഒരു കമ്മൽ കണ്ടോ, നല്ല ഭംഗിയായിട്ടുണ്ട് അല്ലേ. ഈ ഒരു കമ്മലും ഈ ഒരു മാലയും കൂടിയിട്ടാണ് സെറ്റാണ് കേട്ടോ ഇത്, കണ്ടില്ലേ. ഓക്കെ, നെയിൽ പോളിഷൊക്കെ പോയി ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. ഈ ഒരു ഡ്രസ്സിലേക്ക് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നതാണ്, അത് വേഗം പോയി. അതാണ് ഈ എലി കരണ്ട പോലെ ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മളുടെ മാലയും കമ്മലൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതേ ഈ ഒരു കുപ്പിവള ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഷൂട്ട് കഴിഞ്ഞിട്ട് എന്താ പറയുക, എവിടെയോ കൈ ഇടിച്ചിട്ടൊക്കെ ഒരെണ്ണമായിട്ടാണ്ട് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അധികം ഇട്ടിട്ടുണ്ടായിരുന്നില്ല, ഇതേപോലെ കുറച്ച് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ എന്നുള്ളത് എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാനിത് വീഡിയോ എടുക്കുന്നത് വിഷുവിൻ്റെ മുന്നേ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് വിഷുവിന് ശേഷമാണ്. ഇതിൻ്റെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ള വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചെറിയ ഭാഗം ഞാനിവിടെ കൊടുക്കാം കേട്ടോ, കോപ്പിറൈറ്റ് വരുന്ന കാരണം പാട്ടിടുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ മേക്കപ്പ് ലുക്ക് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ എന്നുള്ളത് എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ ഫുൾ ആയിട്ടുള്ളത് ഞാൻ ലാസ്റ്റ് കാണിക്കാം കേട്ടോ. പിന്നെ അതിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും തുടർന്ന് കാണാൻ വേണ്ടിയിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളുടെ ഫാമിലിയിൽ കൂടിക്കോളാം കേട്ടോ. പിന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഇതുവരെയായിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഇരുന്ന് കാണുന്നുണ്ടെങ്കിൽ വേഗം പോയിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ കൂടിക്കോളാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഹാപ്പി വിഷു.